ടോബി, കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന മറ്റൊരു ജില്ലയാണ് മധ്യ കേരളത്തിലെ കോട്ടയം. അവിടെ കേരള കോൺഗ്രസുകളുടെ പോരാട്ടം, ഏതാണ് വലിയ കേരള കോൺഗ്രസ്, ഏതാണ് കരുത്തുള്ള കേരള കോൺഗ്രസ് എന്നൊക്കെ തെളിയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സുവർണാവസരം കൂടിയാണ് രണ്ടു പാർട്ടികൾക്കും ഇപ്പോൾ. അല്ലെങ്കിൽ PJ ജോസഫിനും ജോസ് കെ മാണിക്കുമൊക്കെ അതിനുള്ള അവസരം കിട്ടുകയാണ്. അത് ആ ആവേശം വോട്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് കോട്ടയത്തെ ഗ്രാമ നഗര പോളിംഗ് ബൂത്തുകളിലെ കാഴ്ചകൾ? വിജയകുമാർ, തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും നല്ല തിരക്കുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 48% ഈ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട്, 50% എത്തുന്നു എന്നുള്ള വിവരം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് നല്ല പോളിംഗ് ഉണ്ട്. നഗരസഭ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്യുന്നത് ഈരാറ്റുപേട്ട നഗരസഭയിലാണെന്നാണ് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ വൈക്കത്തും ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ട്. 50% മുകളിലേക്ക് ഇവിടേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ടൂരാണ്. നീണ്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ പ്രവർത്തകരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, വോട്ട് ചെയ്യാൻ വന്നവർ അവരെല്ലാം ഉണ്ട്. വോട്ട് ചെയ്തോ? ഇപ്പൊ തിരക്കുണ്ടോ? ഇപ്പം നല്ല തിരക്കാണ്. ഇപ്പം ഉച്ചയ്ക്ക് നല്ല തിരക്കുറവാണ്. ഞാനൊരു സ്ഥാനാർത്ഥിയാണ് നീണ്ടൂർ പഞ്ചായത്തിൽ 6ാം വാർഡ്. അപ്പോൾ നല്ല തിരക്കുണ്ടോ? ഇപ്പൊ തിരക്കില്ല. വിജയകുമാർ, ഇത്തിരി തിരക്ക് ഇപ്പോൾ ഇല്ല, എന്നാലും നല്ല തിരക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും രാവിലെയൊക്കെ നമ്മൾ കണ്ട കാഴ്ച, ഈ സ്ത്രീ ജനങ്ങളൊക്കെ, ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത് സ്ത്രീകളാണ്. അതായത് 8 ലക്ഷത്തോളം പേർ സ്ത്രീ വോട്ടർമാരാണ്. പുരുഷ വോട്ടർമാർ 7 ലക്ഷത്തോളം പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ രാവിലെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും തിരക്കുണ്ടായിരുന്നു. പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഒരല്പം വോട്ടിംഗ് ശതമാനം കുറവുണ്ടെങ്കിലും ഈ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിൽ നഗരസഭകളിലൊക്കെ നല്ല പോളിംഗ് ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം അത് തന്നെയാണ് കോട്ടയം ജില്ലയെ ശ്രദ്ധേയമാക്കുന്നത്. അത് മിക്ക മേഖലകളിലും നമുക്ക് ആ പോരാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരല്പം വൈകിയെങ്കിലും, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഒരല്പം സമയമെടുത്തെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച വലിയ പ്രചരണം തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നത്. അതിന്റെ ഒരു ബാക്കിപത്രം എന്ന നിലയ്ക്ക് ബൂത്തുകളിലേക്കും ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. 2020 73% പോളിംഗ് പെർസെന്റേജ് കോട്ടയത്ത്. അത് അന്ന് കോവിഡിന്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ 2015 നോക്കുകയാണെങ്കിൽ 78% പോളിംഗ് വന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു 75% മുകളിലേക്ക് എത്തും ഈ പോളിംഗ് ശതമാനം എന്നുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ അണികളെല്ലാം ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള. ശരി ടോബി, അതാണ് ഒരു 75% മുകളിൽ കോട്ടയത്തും പോളിംഗ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.